ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നാരായൺ പോറ്റി അഗെയിൻ ഹിയർ. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രോഡക്റ്റ് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റാണ്. ഏറ്റവും കൂടുതൽ പരിചയമുള്ള പ്രോഡക്റ്റാണ്. അതിൻ്റെ പേരാണ് കാർ വാഷ്. എന്താണ് ഈ കാർ വാഷിൻ്റെ പ്രത്യേകത? ഈ കാർ വാഷിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ വെറ്റിംഗ് ഏജൻ്റ് ഉണ്ട്. അപ്പോൾ ഇറ്റ് വിൽ പെനിട്രേറ്റ്, ഡേർട്ടിൻ്റെ പെനിട്രേറ്റ് കളയും. പിന്നെ പെയിൻറ്റ് മങ്ങില്ല, പെയിൻറ്റിൻ്റെ ആ തിളക്കം നിലനിർത്തും. പിന്നെ ഒരു ഇതിൻ്റെ നമ്മൾ ഇത് വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സർഫസിലൊരു കോട്ടിങ് മാതിരി വരും. അപ്പം നമ്മുടെ ഈ കാക്കയൊക്കെ തൂറുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് വോണ്ട് എൻറ്റർ. സാധാരണ നമ്മൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് കാറ് കഴുകുമ്പോൾ സാധാരണ കാറിൻ്റെ ഷെയ്ഡ് മങ്ങുന്നതാണ്. ഇത് ഷെയ്ഡ് മങ്ങില്ല. ഇനി ഇത് കാറ് വാഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ. കാർ വാഷ് എന്നാൽ പേടുന്നുണ്ടെങ്കിലും മെറ്റാലിക് സർഫസ് ഉള്ള ഏത് സാധനം വേണ്ടി വെച്ച് വാഷ് ചെയ്യാം. മെറ്റാലിക് സർഫസ് ഉള്ളത് നിങ്ങളുടെ അലമാരി വാഷ് ചെയ്യാം, പെയിൻറ്റഡ് സർഫസ് എന്ത് വേണമെങ്കിലും, മെറ്റാലിക് പെയിൻറ്റഡ് സർഫസ് എല്ലാം വാഷ് ചെയ്യാം. പിന്നെ ഇനി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും പ്രോഡക്റ്റ് കോസ്റ്റ്ലി ആണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റ് കോസ്റ്റ്ലി അല്ല. ഇതിപ്പോൾ 500 ml വില 295 റുപ്പീസാണ്. 300 രൂപ കൂട്ടും. അങ്ങനെയാണെങ്കിൽ 5 ml മതി. 5 ml മതി നമുക്ക് ഒരു കാറ് സാധാരണ കാറ് വാഷ് ചെയ്യാനായിട്ട് 5 ml മതി. എന്ന് വെച്ചാൽ 3 രൂപ കൊണ്ട് നമുക്കൊരു കാറ് വാഷ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 3 റുപ്പീസ് മതി ഒരു കാറ് വാഷ് ചെയ്യാൻ. മീഡിയം ടൈപ്പ് കാറ് വാഷ് ചെയ്യാനായിട്ട് 4 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുക്കുക. നന്നായിട്ട് അങ്ങ് ഇത് ചെയ്യുക. ആ പത വെച്ചിട്ട് ആദ്യം ഒന്ന് വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് ആ പത വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ഇത് ചെയ്യുക. വെറുതെ കഴുകിക്കളയുക, തുടയ്ക്കാൻ പോകണ്ട. ഞാൻ ഈ കാർ വാഷ് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് പ്രോഡക്റ്റ്സ്. ആദ്യമൊക്കെ ഇത് വെച്ച് കഴുകിയിട്ട് ഞാൻ കെല്ലിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്നോട് പലരും പറയും, ഓ സാറിൻ്റെ വണ്ടി പോളിഷ് ചെയ്തല്ലേ. ഞാൻ പറയും പോളിഷും ചെയ്തില്ല, ഒരു കാർ വാഷ് കിട്ടി ആ കാർ വാഷ് വെച്ച് വാഷ് ചെയ്തു. അപ്പോൾ എക്കണോമിക്കലാണ്. കാർ എത്ര വരും ഒരു കാർ വാഷ് ചെയ്യാനായിട്ട്? നമുക്ക് ഹാർഡ്ലി 3 റുപ്പീസ്. 100 വാഷ് ചെയ്യാം. 300 രൂപയാണെങ്കിൽ 3 രൂപയല്ലേ ഒരു വാഷിന് വരുന്നുള്ളൂ മീഡിയം കാറിൽ. പിന്നെ മെറ്റാലിക് സർഫസുള്ള ഏത് പണി വാഷ് ചെയ്യാം. ഇനി വേറൊരു പ്രോഡക്റ്റും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് കാർ പോളിഷ്. സിലിക്കോൺ ഗ്ലേസ് എന്ന് പറയും. കാർ പോളിഷ് നല്ലൊരു പേര്, സിലിക്കോൺ ഗ്ലേസ് എന്നാണ്. ഇത് നിങ്ങളുടെ കാറ് പോളിഷ് ചെയ്യാം, മെറ്റാലിക് സർഫസ് പോളിഷ് ചെയ്യാം, ഫ്ലോർ ടൈൽസ് പോളിഷ് ചെയ്യാം, പിന്നെ നമ്മുടെ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് പോളിഷ് ചെയ്യാം. അത് മെറ്റാലിക് ആയിട്ടുള്ളതും അലുമിനിയം ആയിട്ടുള്ള എല്ലാം തന്നെ പോളിഷ് ചെയ്യാം. കോസ്റ്റ് വളരെ കുറവാണ്. ഒരു ഫ്രിഡ്ജ് പോളിഷ് ചെയ്യാനായിട്ട് 10 ml മതി. ഇറ്റ് വിൽ കോസ്റ്റ് യു ഓൺലി 10 റുപ്പീസ് മാക്സിമം. അതേസമയം ഒരു വാഷിംഗ് മെഷീൻ 10 ml തന്നെ മതി, 10 രൂപയെ കോസ്റ്റ് വരുള്ളൂ. പിന്നെ ലാമിനേറ്റ് സർഫസ് 84 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 20 ml വേണം, 20 രൂപ വരും. ഇനി ഒരു കാറ് പോളിഷ് ചെയ്യാനായിട്ട് 100 രൂപ വരുള്ളൂ. ഒരു കാറ് പോളിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പോളിഷ് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ കണ്ടമാനം പേര് ഇത് പോളിഷ് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഇത് നമ്മളൊരു തുണി എടുത്തിട്ട് തുണിക്കകത്ത് ഇത് ഒഴിക്കുക, തുണിയൊന്നും മടക്കുക, എന്നിട്ട് വെറുതെ റൗണ്ട് സർഫസ് റൗണ്ടിൽ മതി. അതായത് നമ്മുടെ കാറ് 100 രൂപ വെച്ച് നമുക്ക് തന്നെ പോളിഷ് ചെയ്യണം. നല്ല പുത്തന്മാരി ഇരിക്കും. അതായത് ആസ് ഇഫ് ബ്രാൻഡ് ന്യൂ മാതിരി ഇരിക്കും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി അതിൻ്റെ വില എന്താണെന്ന് വെച്ചാൽ സിലിക്കോൺ ഗ്ലേസിൻ്റെ വില 500 ml 555 രൂപ. എന്ന് വെച്ചാൽ ഒരു 10 ml എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര വരും? 10 ml 10 രൂപ. യെസ്, അപ്രോക്സിമേറ്റ്ലി 10 റുപ്പീസ്. അപ്പോൾ ഈ സിലിക്കോൺ ഗ്ലേസും കാർ വാഷും ഒക്കെ ഇഷ്ടമായി ആളുകൾ വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു പയ്യന്നൂർ. അങ്ങേരെ മോളുടെ കല്യാണം കഴിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കാറ് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. കാർ വാഷും കാർ പോളിഷും നമ്മുടെ LOC ഒക്കെ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് കാറ് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പൈസ ഏൺ ചെയ്തിരുന്നു. ഹി ഡിഡ് ഇറ്റ് ആസ് എ ബിസിനസ്. അപ്പോൾ അതും ചെയ്യാം. കാറ് മാത്രമല്ല, നമുക്ക് പോളിഷ് ചെയ്യാവുന്നത് സിറാമിക് ടൈൽസ് ഉണ്ട്, ഫൈബർ ഗ്ലാസ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, പോർട്സ്ലൈൻ സർഫസ് ഉണ്ട്, ബാത്റൂം ഫിക്സേഴ്സ് ഉണ്ട്, കൗണ്ടർ ടോപ്സ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യും, പോളിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇത് ഫെയ്ഡ് ആവില്ല. അതാ പെയിൻറ്റിൻ്റെ കളർ ഫെയ്ഡ് ആവില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. കാര്യം സാധാരണ കുറച്ച് നാളെ കഴിയുമ്പോൾ സാധാരണ ഈ ചിലർ സർഫും മറ്റേതൊക്കെ മേടിച്ച് വാഷ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡായി പോകും. ഇത് കളർ ഫെയ്ഡ് ആവില്ല.
അത് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ്, ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്, എക്കണോമിക്കലാണ്, എല്ലാം കോൺസെൻട്രേറ്റ്സ് ആണ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീട്ടിൽ കാറുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക, പക്ഷെ കാറിനകത്തൊക്കെ പെർസ്യൂ അടിക്കാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. നാരായൺ പോറ്റി ഹിയർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.